ലൈബ്രറി ഹാളിന്റെ പ്രോഗ്രസ് റിവ്യൂ കഴിഞ്ഞ പിന്നെ സാംസ്കാരിക സമ്മേളനം അല്ലേ? അതെ മാഡം. വേറെ പ്രോഗ്രാംസ് ഒന്നും ഇന്ന് വെച്ചിട്ടില്ലല്ലോ? ഇല്ല മാഡം. പിന്നെ ആ സ്കൂൾ കലോത്സവത്തിന്റെ സ്വാഗത സംഘത്തിന്റെ ഓഫീസ് ഉദ്ഘാടനം ഉണ്ടായിരുന്നല്ലോ, അത് മാറ്റിവെച്ചല്ലോ. ഓക്കെ, വേറൊന്നുമില്ല മാഡം. MLA ഹിയർ. MLAയുടെ അനിയത്തി ഹിയർ. എന്നാ പറഞ്ഞോ അനിയത്തിക്കുട്ടി. ചേച്ചി, MLAക്കാളും ഡിമാൻഡാ കോളേജിൽ MLAയുടെ അനിയത്തിക്ക്. ഞാനാ ഇപ്പൊ കോളേജിലെ സ്റ്റാർ. ആഹാ, കൊള്ളാലോ. പക്ഷേ അതിങ്ങനെ ഒരു പണിയാവൂന്ന് കരുതിയില്ല. എന്താ പ്രശ്നം? 25-ാം തീയതിയാ ഞങ്ങളുടെ ആർട്സ് ഡേ. അത് ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ MLAയെ കൊണ്ടുപോയി കൊടുക്കണം. ചേച്ചി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. 25-ാം തീയതി ആർട്സ് ഡേ ചേച്ചി ഉദ്ഘാടനം ചെയ്യണം. എന്റെ വില കോളേജിലൊന്ന് ഉയർത്തി തന്നേ പറ്റൂ. എന്റെ പൊന്നു മോളെ, നിയമസഭ തുടങ്ങാൻ പോവാ. പിന്നെ ഒരു 100 കൂട്ടം മീറ്റിങ്ങും യാത്രകളും ഒക്കെ വേറെ. നീ ഇത് ഏറ്റോ? ഏറ്റോന്നോ? പ്രിൻസിപ്പലിനോട് വാക്ക് പറഞ്ഞു. എന്ത് പണിയാ നീ കാണിച്ചേ? ചേച്ചി, എന്റെ മാനം കളയരുതേ. ചേച്ചി വന്നേ പറ്റൂ. നിയമസഭയിൽ നിന്ന് ഉച്ച വരെ അവധിയെടുത്ത് ചേച്ചി വന്നില്ലെങ്കിൽ ഞാൻ നിയമസഭയുടെ മുന്നിൽ വന്ന് ആത്മഹത്യ ചെയ്യും. ബഹളം വെക്കാതെ നമുക്ക് വഴിയുണ്ടാക്കാം. ഞാൻ ഓഫീസിലെത്തിയിട്ട് ഈ മാസത്തെ പ്രോഗ്രാം ഒന്ന് നോക്കട്ടെ. പ്രോഗ്രാം ഒന്നും നോക്കാനില്ല. 25-ാം തീയതി ഈ പ്രോഗ്രാം കൂടി ചേച്ചി ഇടിച്ച് കയറ്റിയാ മതി. നോക്ക്, നീ ഒരു MLAയോടാ സംസാരിക്കുന്നെ. പിന്നെ ഞാൻ കാണാത്ത MLA ഒന്നും അല്ലല്ലോ. ഡീഡി, പണ്ടേ ചേച്ചി നന്ദേട്ടനെ പ്രേമിച്ച് നടന്നപ്പോ അയച്ച മെസ്സേജുകളൊക്കെ ഞാൻ മോഷ്ടിച്ചെടുത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ പബ്ലിക് ആക്കണ്ടെന്നുണ്ടെങ്കിൽ ഈ വരുന്ന 25-ാം തീയതി കൃത്യമായിട്ട് എത്തിക്കോണം. ശരി, ഞാനൊന്ന് ഓഫീസിൽ എത്താനുള്ള സമയം എന്താ? അച്ഛൻ അന്ന് എന്തേലും ഫിക്സ് ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ലല്ലോ. മുൻ MLA സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിനോട് ഞാൻ സംസാരിക്കണോ? അയ്യോ വേണ്ട, ഞാൻ ഏറ്റു. അതെ, ചെലവ് വേണം. ചെലവോ? ചേച്ചി നോക്കിക്കോ, ചേച്ചിക്ക് കോളേജിൽ കിട്ടാൻ പോകുന്ന സ്വീകരണം. അല്ല വേണ്ട, ഇപ്പൊ ഒന്നും പറയുന്നില്ല. ചേച്ചിയുടെ ഉദ്ഘാടനം ഞങ്ങൾ ഒരു സംഭവമാക്കും. എടി, അത്രയ്ക്ക് പ്രൊമോഷനൊന്നും വേണ്ട. അതിലൊന്നും അതിഥി ഇടപെടണ്ട. അപ്പൊ ഓക്കെ, ഞാൻ ഈ വാർത്ത ഇപ്പൊ തന്നെ പ്രിൻസിപ്പലിനെ അറിയിക്കട്ടെ. ഓ, എനിക്കിനി കോളേജിൽ പൊന്നും വിലയായിരിക്കും ചേച്ചി, പൊന്നും വില. ശരിയടി, ഞാൻ വിളിക്കാം. ഓക്കെ. എന്തു പറഞ്ഞു? ഉദ്ഘാടനത്തിന് ചേച്ചി വരാന്ന് സമ്മതിച്ചു. ഇത് ഞാൻ പൊളിക്കും. അവളിതെന്ത് പണിയാ കാണിച്ചത്? അതെന്താ? ഞാൻ അവളെ വിളിച്ച് പറയാൻ പോവാ ഉദ്ഘാടനത്തിനൊന്നും പോകണ്ടെന്ന്. വിവാഹത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ട് മതി ഉദ്ഘാടനം. ദേ അമ്മേ, കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കല്ലേ. അല്ലല്ല, അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട്. നീ കൊറേ കാലായല്ലോ കല്യാണക്കാര്യം പറയുമ്പോ ഒരുമാതിരി ഉഴപ്പ്. ഓ, അപ്പൊ രണ്ടുപേരും കൂടി നടത്തിയ ഗൂഢാലോചനയാണല്ലേ? ഒരു കാര്യം ഞാൻ പറയാം. ആർട്സ് ഡേയുടെ ഉദ്ഘാടനം കഴിഞ്ഞ് പിറ്റേ ദിവസം എനിക്ക് ജോലി കിട്ടിയ അടുത്ത ദിവസം കല്യാണം. അതെങ്ങനെ? ഞാൻ സംസാരിച്ചു. തീർച്ചയായിട്ടും ചേച്ചി എത്തും. അതെ മാധവേട്ട, ഇവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണ്ടേ? വരട്ടെ, ദേവിയമ്മളെ വിളിക്കാം. ദേവിയെ കൊണ്ട് പറയിപ്പിക്കാം. ദേവികമ്മോട് ശക്തമായിട്ട് പറഞ്ഞ അവൾ അനുസരിക്കും.